വേണ്ടിയിട്ട് ഇന്ത്യ മൊത്തം എണീറ്റ് നിൽക്കുന്നതും അതിന് കൊടുക്കുന്നൊരു പ്രൈഡും ഒക്കെ കൺമുന്നിൽ കണ്ടതാണ്. അപ്പം അങ്ങനെ അറിഞ്ഞതുകൊണ്ട് തന്നെ ഹൗ മച്ച് ഇമ്പോർട്ടൻ്റ് ആണ് ഈ അവാർഡ് ലാൽ സാറിനെന്നുള്ളത് പേഴ്സണലി എനിക്കറിയാം. ആസ് എ ഫാൻ ബോയ് ഒക്കെ അറിയാം. ഭയങ്കര ഹാപ്പി. ലാൽ സാറിനെ രാവിലെ കണ്ടു, ഫ്ലാറ്റിൽ ഒരുമിച്ചുണ്ടായിരുന്നു. ഇപ്പം വീണ്ടും ഇവിടെ ഒരുമിച്ച് കൂടി. എനിവേ ഭയങ്കര സന്തോഷം. ആസ് എ മലയാള സിനിമ ആരാധകൻ അല്ലെങ്കിൽ ലാൽ സാറിൻ്റെ ആരാധകൻ എന്നുള്ളതിൽ ഞാൻ ഭയങ്കര പ്രൗഡ് ഹാപ്പി മൂലമാണ്. അതുപോലെ ലാലേട്ടൻ ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞ ഒരു തുടരും മാത്രമല്ല ഇതിനകത്ത് വലിയൊരു പങ്ക് തുടരും വഹിച്ചിട്ടുണ്ട്. തുടരും അങ്ങനെ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരു 40-48 വർഷത്തെ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വെച്ചിട്ടാണ് അത് പറഞ്ഞേക്കുന്നത്. അപ്പം തുടരും ഇപ്പം ഈ ഒരു കാലയളവിൽ ലാൽ സാർ എന്നൊരു ആക്ടറിനെ കുറച്ച് യൂസ് ചെയ്തു എന്ന് ആളുകൾ പറയുന്നതിൽ സന്തോഷമുണ്ട്. അപ്പം അങ്ങനൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യം. ലാൽ സാറിൻ്റെ ഈ 48 വർഷം ജേണിയിൽ ഒപ്പം കൂടാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യം. വലിയ ഒരു അഭിമാനത്തിന്റെ നിമിഷമാണ് മലയാളികൾക്ക് മുഴുവനും. എന്ത് തോന്നുന്നു ചേട്ടാ? അയ്യോ, എനിക്ക് ഇന്നലെ അറിഞ്ഞപ്പോൾ മുതൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം കഴിഞ്ഞ വർഷം സൗദി വെള്ളക്കയുടെ അവാർഡ് വാങ്ങാനായിട്ട് നമ്മൾ പോയ സമയത്ത് ഈ ദാദാ ഫാൽക്കെ അവാർഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും അതെങ്ങനെയാണ് ഇന്ത്യ മൊത്തം ആഘോഷിക്കുന്നതെന്നും ഓൾ ക്രൗഡ് എണീറ്റ് നിന്ന് ക്ലാപ്പ് ചെയ്ത് കഴിഞ്ഞ മിഥുൻ ചക്രവർത്തിക്കാണ് കിട്ടിയത്. അപ്പം ഓൾ ക്രൗഡും ക്ലാപ്പ് ചെയ്ത് നിന്ന് അദ്ദേഹം എത്രയുള്ള ഇമോഷണലായിട്ടാണ് ആ സ്പീച്ച് നടത്തിയെന്നത് എൻ്റെ കാതിൽ കണ്ടു ഇപ്പോഴുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ അവാർഡ് ലാൽ സാറിനെ പോലത്തെ ഒരാൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഇന്ത്യ കൊടുക്കണമെന്നുള്ളത് അറിയാം. ലാൽ സാർ എത്രത്തോളം ഫീൽ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം ഇനിവേ ഒരു ആരാധകൻ നിലയിൽ അദ്ദേഹത്തിനെ വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുന്ന ആളെന്നുള്ളതിൽ ഞാൻ ഭയങ്കരമായിട്ട് ഒരു ഫാൻ ബോയ് എന്നുള്ളതിൽ പ്രൗഡാണ്. അദ്ദേഹം പറഞ്ഞത് താൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു പുരസ്കാരമാണ്, തൻ്റെ സ്വപ്നങ്ങളിൽ പോലും ഉണ്ടായിരുന്നില്ല എന്ന്. പക്ഷേ സംവിധായകൻ ഫാസിലടക്കം പറഞ്ഞത് മോഹൻലാൽ ഇത് നേരത്തെ കിട്ടേണ്ടതായിരുന്നു എന്ന്. ഇത് കിട്ടിയപ്പോൾ മലയാളികൾക്ക് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം ഇത് അർഹതപ്പെട്ട കൈകളിൽ തന്നെയാണ് എത്തുന്നതെന്ന വിശ്വാസം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഇന്ന് മോഹൻലാൽ നടത്തിയ പത്രസമ്മേളനത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പോലും എത്ര ലാളിത്യത്തോടെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് അല്ലേ? അത് തന്നെയാണ്. ഇപ്പം എനിക്കൊക്കെ ആദ്യം അദ്ദേഹത്തിന് വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ നമ്മളെയൊക്കെ അദ്ദേഹം കൂട്ടത്തിൽ കൂട്ടുന്നത് വിത്തിൻ ഒരു 1 അവറിനുള്ളിൽ തന്നെ ഒരേ വേവ് ലെന്തിലോട്ട് കൊണ്ടുവരികയും അദ്ദേഹത്തിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് നമ്മളെ കൊണ്ട് ഇടിപ്പിക്കുമെന്ന് അദ്ദേഹം നമുക്കൊരു ഫീൽ വരികയും ഒക്കെ ചെയ്യുന്ന അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്നുള്ളത്. ഭയങ്കര ഗ്രൗണ്ടഡാണ്. എന്ത് കാര്യം സംഭവിച്ചാലും എത്ര വലിയ നേട്ടങ്ങൾ സംഭവിച്ചാലും ഇപ്പോൾ ഈവൻ നമുക്ക് എന്തെങ്കിലും വലിയ നേട്ടങ്ങൾ സംഭവിച്ചാലും അദ്ദേഹം നമ്മൾ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ സന്തോഷങ്ങളൊക്കെ അദ്ദേഹം വലിയ പാർട്ടാണ്. എനിക്ക് ഭയങ്കര ഹാപ്പി പ്രൗഡ്. ഒരു കാര്യം കൂടി, ഈ വർഷത്തെ അദ്ദേഹത്തിന്റെ കരിയറിലെ നേട്ടങ്ങളിൽ ഒന്ന് തുടരുമാണ്. അത് വ്യക്തിപരമായി തെരഞ്ഞെടുത്ത വലിയ സന്തോഷം നൽകുന്നതല്ലേ? ഇരട്ടി സന്തോഷം. അതെ, എനിക്ക് ഈ പറയുന്ന പോലെ ആ സിനിമ ഫുൾ ഷൂട്ട് ചെയ്ത് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞപ്പോൾ ടൈറ്റിൽ എവിടെ പ്ലേസ് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. തുടരും എന്നുള്ളതാണ്. അപ്പം ലാൽ സാർ അഭിനയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് ഉൾക്കൊണ്ടിരിക്കുന്ന ആ സിനിമയ്ക്ക് മൊത്തമായിട്ട് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു പുതിയ ജനറേഷനൊപ്പം ലാൽ സാർ കൂടെ നിൽക്കുന്നത് കണ്ടപ്പോൾ എഴുതാൻ തോന്നിയൊരു വാചകമുണ്ട്, മോഹൻലാൽ തുടരും എന്നുള്ളത്. അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. മോഹൻലാൽ ഇനിയും തുടരും. താങ്ക് യു. അതാണ് ശ്രീ